വിവേകാനന്ദൻ അതിന് മറുപടി അയച്ചു, അതെ, ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്, വേണമെങ്കിൽ ഒരു 2-3 ആഴ്ച കൊണ്ട് ഞാനത് ശരിയാക്കി തരാം. പക്ഷേ എൻ്റെ രാജ്യത്തിന് അത് നിലനിർത്താനുള്ള ബലമുള്ള തോളുണ്ട്. ഡു വി ഹാവ് ബ്രോഡർ ഷോൾഡേഴ്സ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയാസം കാണിക്കാനുള്ള, തുണിയഴിച്ച് തുള്ളാനുള്ള ഏർപ്പാടല്ല, അസാമാന്യമായ ഉത്തരവാദിത്തമാണത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഈ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാൻ ഇത്രയധികം കോടിക്കണക്കായ ജനങ്ങളെ ഒരേ ചരടിൽ കോർത്തിണക്കി ആർക്കും ദോഷമില്ലാതെ, ആരോടും പകയോ പരിഭവമോ ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണിത്. ഈ ഒരു വാൾത്തലപ്പിലൂടെയുള്ള നടപ്പാണ് സ്വാതന്ത്ര്യം. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇനിയിപ്പം തോന്നിയാസം നടക്കാം. അങ്ങനെയല്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വലിയൊരു ഉത്തരവാദിത്തമാണത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാനുള്ള ചുമലുകളില്ലെങ്കിൽ നിങ്ങളത് താഴെയിട്ട് കളയും, ഇതിലും വഷളാകും. ഇപ്പോൾ ഒരു ഓർഡർലി ഒരു സാധനമുണ്ട്, ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണെങ്കിലും ഒരു ഓർഡറുണ്ട്, ലോ ആൻഡ് ഓർഡർ നമ്മൾ പറയും, അതിനകത്ത് ഓർഡർ അതുണ്ട്. അപ്പോൾ അത് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ രാജ്യത്തെ ഇതിന് പ്രാപ്തരാക്കുക. പ്രാപ്തരായി കഴിഞ്ഞാൽ മറ്റവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനൊരു തൻ്റെ ഇടം വരും, എറണാകുളത്ത് എന്ന് പറയാൻ തൻ്റെ ഇടം വരും. അതാണ് പ്രൈമറി വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈമറി വർക്ക് ഒരു സന്യാസി എന്നുള്ളത് ഞാൻ ചെയ്യുന്നു, ബാക്കിയുള്ളത് അവർ ചെയ്യുന്നുണ്ട്. അന്ന് ലോകമാന്യ തിലകനുണ്ട്, ലാലാ ലജപത് റായുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് നടക്കുന്നു. അതിൽ സ്വാമി വിവേകാനന്ദൻ ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് പോയിട്ട് സിന്ദാബാദ് വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ സാർ നോക്കും, നാരായണഗുരു സ്വാതന്ത്ര്യ സമരത്തിന് കൊടി പിടിച്ചതാണ്. ബട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രേരണാ സ്രോതസ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും നാരായണഗുരുവിന്റെ പേര് പറയും. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ഇതിന്റെ സ്രോതസ്സായിരുന്നു. ബട്ട് ഡയറക്റ്റ് പോയിട്ട് അവിടെ ഇവരുണ്ട്. അന്ന് ഈ സ്വാമി വിവേകാനന്ദന്റെ കാലത്ത് മഹാത്മാഗാന്ധി പ്രോമിനൻസിൽ വന്നിട്ടില്ല, പക്ഷേ തിലകനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്, ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പോയിട്ട് എനിക്ക് അജിറ്റേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്യാനില്ല, ഞാൻ സന്യാസിയാണ്. അപ്പോൾ അതിൽ പോയിട്ട് ബഹളം വയ്ക്കുക, ജയിലിൽ പോവുക, ഇതൊന്നും സന്യാസ ജീവിതത്തിന് യോജിച്ചതല്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സന്യാസിയുടെ ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സാംസ്കാരിക ഔന്നത്യം പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.